ചില പിന്നിൽ നിന്നും കുത്തലുകൾ, മുന്നണി മര്യാദകൾ ലംഘിക്കൽ, അതും കടന്ന് പറഞ്ഞു പറ്റിക്കൽ കൂടിയാകുമ്പോൾ ഇനി ആ പാർട്ടിയിൽ തുടർന്നു പോകണോ വേണ്ടയോ എന്ന് CPI ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട അവസരമാണ്. PM ശ്രീയിൽ ആടിയുലഞ്ഞ LDF മുന്നണിയിൽ ചതി കൂടപ്പിറപ്പാക്കിയ CPM സ്വന്തം പാർട്ടിക്കാരോട് കാണിച്ചത് കൊടും വഞ്ചന. മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രം കേന്ദ്രത്തിലേക്ക് കത്തയക്കുന്നു എന്നും PM ശ്രീ മരവിപ്പിക്കുന്നു എന്ന കഥ മെനഞ്ഞ് എന്നിട്ടിപ്പോൾ അതുമില്ല, മരവിപ്പിക്കലുമില്ല, കത്തുമില്ലാത്ത അവസ്ഥ. ചില പിന്നിൽ നിന്നും കുത്തലുകൾ, മുന്നണി മര്യാദകൾ ലംഘിക്കൽ, അതും കടന്ന് പറഞ്ഞു പറ്റിക്കൽ കൂടിയാകുമ്പോൾ ഇനി ആ പാർട്ടിയിൽ തുടർന്നു പോകണോ വേണ്ടയോ എന്ന് CPI ഒന്ന് ഇരുത്തി ചിന്തിക്കണം. PM ശ്രീയിൽ ആടിയുലഞ്ഞ LDF മുന്നണിയിൽ ചതി കൂടപ്പിറപ്പാക്കിയ CPM സ്വന്തം പാർട്ടിക്കാരോട് കാണിച്ചത് കൊടും വഞ്ചനയാണ്. മന്ത്രിമാരെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രം കേന്ദ്രത്തിലേക്ക് കത്തയക്കുന്നു എന്ന് പറയുന്നു. PM ശ്രീ മരവിപ്പിക്കുന്നു എന്ന കഥ മെനഞ്ഞ് എന്നിട്ടിപ്പോൾ കത്തുമില്ല, മരവിപ്പിക്കലുമില്ല, കാശ് മേടിച്ച പോക്കറ്റിലുമിട്ടു. നടക്കില്ല എന്ന് CPI പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ നടത്തുമെന്നാണ് CPM കാണിച്ചിരിക്കുന്നത്. മരവിപ്പിച്ചു എന്ന് CPIനോട് പറയുകയും അതേ PM ശ്രീയിൽ നിന്നും പൈസ മേടിക്കുകയും ചെയ്തിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് കേന്ദ്രത്തിന് അയക്കാത്തതിൽ CPIക്ക് അതൃപ്തിയുമായിട്ട് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടും കത്തയക്കാൻ വൈകുന്നതിലായിരുന്നു അമർഷം അറിയിച്ചത്. സാങ്കേതിക വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്തയക്കാൻ വൈകുന്നത്. വിഷയം മന്ത്രിസഭാ യോഗത്തിൽ CPI ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു ഇന്നലെയാണ് ലഭിച്ചത്. തടഞ്ഞുവെച്ചിരുന്ന 92.41 കോടി രൂപയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. 2-3 ഗഡു പിന്നാലെ ലഭിക്കും എന്നാണ് വിവരം. സത്യത്തിൽ CPI പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് നേട്ടം വന്നത്. തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് വൈകിപ്പിച്ചതും ഫണ്ട് കിട്ടാൻ കാരണമായിരുന്നു. കരാറിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോയെങ്കിലും കേന്ദ്രത്തിന് കത്ത് അയച്ചിട്ടില്ല. നിലവിൽ കത്ത് വൈകിപ്പിച്ചത് നേട്ടമായിരിക്കുകയാണ്. എന്നാൽ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിൽ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഫണ്ട് കിട്ടിയതോടെ CPIക്കും വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കാൻ ആകില്ല. കത്തയക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. എന്നാൽ ഇതുവരെ കത്തയക്കാതെ കേരളം വൈകിപ്പിക്കുകയായിരുന്നു. മനഃപൂർവ്വമുള്ള കളി തന്നെയാണിത്. കാരണം മരവിപ്പിച്ചു എന്ന് പറയുകയും പിന്നീട് ഫണ്ട് വാങ്ങിക്കുകയും ചെയ്തു എന്നതിന്റെ അർത്ഥം അവർ മരവിപ്പിച്ചില്ല, വാക്ക് പറഞ്ഞത് നടപ്പാക്കിയില്ല എന്നാണ്. പ്രതിപക്ഷം ആരോപിച്ചതുപോലെ എന്ത് രഹസ്യ അജണ്ടയാണ് പിണറായിക്കും BJPക്കും ഇടയിലുണ്ടത് എന്ന് കണ്ടുപിടിക്കണം. ആരെ സംരക്ഷിക്കാനാണ് പിണറായിയുടെ ഈ മുന്നണിയെ പോലും ചതിച്ചുകൊണ്ടുള്ള കളി? PM ശ്രീയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കേസ് പരിഗണിക്കുന്ന ജഡ്ജി ദുരൂഹമായി പിന്മാറിയതും CPIയെ പറഞ്ഞു പറ്റിച്ചതും ചേർത്ത് വായിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പിണറായിയുടെ പിന്നിൽ നിന്നുമുള്ള കുത്തു തന്നെയാണ്. ഇനിയും കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ CPIക്ക് ചെറിയ വിലയെങ്കിലും കിട്ടും. മന്ത്രിസഭയിൽ നിന്നും 4 മന്ത്രിമാരാണ് CPIക്കുള്ളത്. അവർ 4 രാജിവെച്ചാൽ തീരാവുന്നതല്ലോ ഈ വേഷം കെട്ടൊക്കെ.